അവനെ അറസ്റ്റ് ചെയ്തു. ശരി, പോലീസ് ഉത്തരവാദിത്വം കാണിച്ചു കൂട്ടാം. പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. നമ്മൾ CIയോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നാളെ വൈകിട്ടിനുള്ളിൽ ആ കേസിലെ മറ്റ് പ്രതികൾ ഇന്നലെ ഇവിടെ അടിയുണ്ടാക്കി നമ്മൾ ഏകപക്ഷീയമായി ആക്രമിച്ച് നമ്മൾ ആരും ഒരാളെയും ആക്രമിക്കാൻ പോയിട്ടില്ല. നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും അമ്മമാരും ഉമ്മമാരും കേൾക്കാൻ പറയുന്നു, നമ്മൾ ഒരാളെയും ആക്രമിക്കാൻ പോയിട്ടില്ല. ഇന്നലെ കേരളത്തിലുണ്ടായ ചരിത്രപരമായ വിജയത്തിൽ നമ്മളൊരു പ്രകടനം നടത്താൻ തീരുമാനിച്ചപ്പോ അങ്ങോട്ട് വന്നടിക്കുകയാണ്. ഇന്നലെ അടിച്ചു, ഇന്നിവിടെ പ്രതിഷേധ യോഗം വെച്ചപ്പോ വീണ്ടും അടിക്കാൻ വന്നു. ഞാൻ CIയോട് പറഞ്ഞു, ഞാൻ ഉത്തരവാദിത്വത്തോട് പറയുമ്പോ CI ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, മറ്റാളുകളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ എവിടേക്ക് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടേക്ക് മുന്നിൽ നിന്ന് നടക്കാൻ ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. പോലീസുകാരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, യൂണിഫോമിനോട്. കഴിഞ്ഞ 10 വർഷക്കാലം മുൻപ് ഇന്ത്യയിലെ ഒന്നാമത്തെ സേനയായി ലോക സേനയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട പോലീസ് സേനയാണ് കേരളത്തിൻ്റെത്. TP ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ 51 വെട്ടി കൊന്നുകളഞ്ഞപ്പോ മുടക്കോഴി മലയിൽ ഒളിച്ച ആ നരാധപന്മാരെ അറസ്റ്റ് ചെയ്ത് സമൂഹത്തിന്റെ മുൻപിൽ ഹാജരാക്കി, കോടതിയിൽ ഹാജരാക്കി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തയ്യാറായ ഒരു പോലീസ്, അത് ഇന്ത്യൻ പോലീസിന് മാതൃകയായിരുന്നു. ആ പോലീസിനെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എങ്ങോട്ട് എത്തിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ല. പക്ഷെ ആ കാലം മാറിയിരിക്കുന്നുവെന്ന് ഇനിയും പിണറായി വിജയന്റെ പ്രേതബാധയുള്ള പോലീസുകാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ കാലം കഴിഞ്ഞു എന്ന് ഓർക്കണം. എന്ന് കരുതി ഞങ്ങൾ നിങ്ങളെ ഭരിക്കാനില്ല. നിങ്ങൾ നിങ്ങളുടെ യൂണിഫോം ഇട്ട് നിങ്ങളുടെ പണിയെടുത്തോ. ഞങ്ങൾ ഒരാളും നിങ്ങളുടെ മെക്കിട്ട് കയറാനോ നിങ്ങളെ വെല്ലുവിളിക്കാനോ ഇല്ല. പക്ഷേ നാളെ വൈകിട്ടിനുള്ളിൽ ബാക്കിയുള്ള പ്രതികളെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, നടക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിടത്തേക്ക് മുന്നിൽ നടക്കാൻ ഞാൻ ഉണ്ടാകും. ആ നടത്തം കഴിഞ്ഞ് ഞങ്ങൾ വരിക പോലീസ് സ്റ്റേഷനിലേക്കാണ്. നിങ്ങളെ പ്രതികളെ എങ്ങനെ നിങ്ങളെ കൊണ്ട് പിടിപ്പിക്കാമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ്. അതിനുള്ള അവസരം പോലീസ് ഉണ്ടാക്കേണ്ടതില്ല. ഞാൻ വീണ്ടും പറയുന്നു, വെല്ലുവിളിയൊന്നുമല്ല. നിങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പ്രവർത്തനം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. വെല്ലുവിളിച്ചു പോകുന്ന ഏർപ്പാടൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനും അറിയാം, ചെയ്യാൻ അറിയുന്നതേ പറയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറയാണ്. അതുകൊണ്ട് എന്റെ മരുതോങ്കരയിലെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി, യഥാർത്ഥ ഇടതുപക്ഷ അനുഭാവികൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, യഥാർത്ഥ ഇടതുപക്ഷ അനുഭാവികൾ ഇതാ ഇവിടെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എവിടെയാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെയാണ്. ഈ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് ഇന്നിന്റെ യഥാർത്ഥ ഇടതുപക്ഷ ആശയങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളുടെ ഈ വിജയം ആഘോഷിക്കേണ്ട വേദി അതൊരു പ്രതിഷേധ യോഗമായി അല്ലേ ചേട്ടാ? പക്ഷേ മനോജ് ചേട്ടാ, അങ്ങനെ ഒരു പ്രതിഷേധ യോഗമാകുമ്പോഴും നമ്മള് സംയമനം പാലിച്ചത് ഇവിടെ ഈ നാട് ശാന്തസുന്ദരമായി മുന്നോട്ട് പോകാനാണ്. അല്ലാണ്ട് ഉള്ളിൽ കിടക്കുന്ന അടിച്ചതിന്റെ ബലത്തിൽ വന്ന് തോന്നിവാസം പറയുന്നവന്മാരോട്, എടാ നിങ്ങൾ ഉള്ളിലുള്ളതിന്റെ ബലത്തിൽ ഇവിടെ നിന്ന് വെല്ലുവിളിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോ ഉള്ളിലെ മദ്യസേവയോ മറ്റോ നടത്തി വന്നവൻ ഉള്ളിലുള്ളതിന്റെ സ്വബോധത്തിലല്ലാതെ വെല്ലുവിളി നടത്താൻ വരുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ വെല്ലുവിളിക്കാൻ താല്പര്യമില്ല. ഇനി അഥവാ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുക. മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ലഹരിയുടെയോ അടിമത്തത്തിലൊന്നുമല്ല, സ്വബോധമില്ലാതെ നടന്നുകൊണ്ടുമായിരിക്കൂല. നല്ല ബോധ്യത്തിൽ ഞങ്ങൾ പറയുന്നത് ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്തരമൊരു സാഹചര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു കോറി ഉണ്ട്, എനിക്കറിയാം. കോറി ഒരു നാടിന്റെ സ്ഥാപനങ്ങൾ, കോറികളൊക്കെ മുന്നോട്ട് പോകണം. ആ കോറിയിലുള്ള പണി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനും നാട്ടിൽ ഗുണ്ടായിസം നടത്താനുമാണെന്ന് കരുതിയാൽ ആ പണിയും ഉണ്ടാകില്ല, ആ പരിപാടി അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് മടിയും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അത് കോറി നടത്തുന്നവന്മാരോട് കൂടിയാണ്. കോറി ഉണ്ടാകണം, ഉണ്ടായിക്കോ. പരിസ്ഥിതിക്കോ നാടിനോ പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടും. ഇത് പരിസ്ഥിതിക്കല്ല, നാടിന് പ്രശ്നമാകുകയാണ്. കോറിയിൽ പണിയെടുത്തവന്മാർ വൈകിട്ട് സ്വബോധത്തിലല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി ഗുണ്ടായിസം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പണിയും എങ്ങനെ നിർത്തണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രിയപ്പെട്ടവരോട്, ഇന്നലെ അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്ന എന്റെ 6 സഹോദരങ്ങളോട്
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേറ്റടി അത് നിങ്ങൾക്കേറ്റതല്ല, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റതാണ്. അതിനപ്പുറത്തേക്ക് ആ അടി എനിക്കേറ്റ അടിയായി ഞാൻ കൂട്ടുന്നു. അതിനുള്ള പരിഹാരം കാണാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടി നൽകി നിങ്ങളുടെ സ്നേഹത്തിന് പിന്തുണയ്ക്ക്, നിങ്ങളുടെ ഇത്ര വലിയ ഏറ്റെടുക്കലിന് ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. വാക്കുകൊണ്ടല്ല, ഇനി ഇവിടുത്തെ നാട്ടുകാരോട് നിങ്ങൾ എന്തായാലും ജയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അതുകൊണ്ട് ആ നാട്ടുകാരോട് പറയുന്നു, നിങ്ങൾ നൽകിയ വോട്ട് അത് വെറുതെയാക്കാനല്ല, ആ വോട്ടിന് ഇവിടെ പണിയെടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ ഹൃദയാഭിവാദ്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്.